കൂടാത്ത എവിടെയാണോ അറിവുള്ള ഒരു സ്ഥലത്തും ദൈവം നിൽക്കത്തില്ല. അല്ല, താങ്കൾ പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലായില്ല. ഒന്നുകൂടെ പറയാവോ പ്ലീസ്? ഒന്നുകൂടെ പറ. കൂടാത്ത എവിടെയാണോ അറിവുള്ള ഒരു സ്ഥലത്തും ദൈവം നിൽക്കത്തില്ല. അറിഞ്ഞുകൂടാത്തിടത്തേ നിൽക്കത്തുള്ളൂ. ഇത് നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുടെ സ്പേസ് ഉണ്ടാകും എന്നുള്ളത് അറിയുകയും വേണം. ദൈവത്തിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആർക്കറിയാം, ദൈവത്തിനറിയാം എന്ന് പറയുന്നതാണ്. നീ എന്താ പറയുന്നേ? പൊന്നു എടാ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നീ കഞ്ചാവ് വല്ലതും അടിച്ചിട്ടിരിക്കുവാണോ? നീ എന്ത് സാധനം വലിച്ചു കയറ്റിയിരിക്കുന്നത്? നീ പറയുന്നത് എന്ത് മണ്ടത്തര! എൻ്റെ പൊന്നു, നിന്നെ സമ്മതിക്കണം. നീ എന്താ പറയുന്നത്? നിനക്ക് തന്നെ വല്ല ചിന്തയുണ്ടോ? എടാ, നാട്ടുകാർ കേട്ട് ചിരിക്കുക ഈ മണ്ടത്തരങ്ങളെ. എന്താ പറഞ്ഞ ദൈവം എന്താ? നിന്നൊക്കെ പൊന്നു കൂട്ടുകാർ, നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവനെപ്പോലുള്ള പൊട്ടന്മാർ വിളിച്ചു പറയുന്ന വർത്താനം കേൾക്കുന്നുണ്ട്. എന്ത് മണ്ടത്തരമാണ് ഈ പൊട്ടങ്ങനെ വിളിച്ചു പറയുന്നേ? ഏറ്റവും നല്ല ഡെഫിനിഷൻ അതാണ്. നമ്മുടെ അറിവില്ലായ്മയുടെ ആകത്തുകയാണ് ദൈവം. അല്ലാതെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവ് വെളിച്ചത്തിന് പറയുന്ന ഒന്നുമല്ല. അതൊക്കെ ഇങ്ങനെ ആളുകൾ പിന്നെ പറഞ്ഞ കഥയാണ്. യഥാർത്ഥത്തില് നമുക്ക് അറിഞ്ഞുകൂടാത്ത എവിടെയാണോ അറിവുള്ള ഒരു സ്ഥലത്തും ദൈവം നിൽക്കത്തില്ല. മതി നിർത്ത്. മതി. എൻ്റെ ഇനി നിന്നെ ഈ ഏരിയയിൽ അങ്ങനെ കണ്ട നിന്നെ കാണി ഞാൻ തല്ലുപിടിച്ച് വല്ല കുപ്പക്കോടി കൊണ്ടിടും. വിട്ടോണം, കണ്ടപഴി ഓടിക്കണം. അവൻ്റെ ഒരു ഉണക്ക ചോദ്യം ആൻസറോട് വന്നിരിക്കാം. വിട്ടുപൊക്കോ, നിന്നെ ഏരിയ കണ്ടേക്കല്ലേ.